മമ്മിയുടെ ഈ ബിസിനസ് ബുദ്ധി നല്ലോണം കാണിച്ചു. ആരെ എവിടെ എങ്ങനെ വെട്ടിയൊതുക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന സിത്താര ശ്രീനിവാസിന്റെ ബിസിനസ് ബുദ്ധി. അതുകൊണ്ട് മാത്രമാണ് എന്നോട് ഓഡിറ്റോറിയത്തിലേക്ക് വരരുതെന്ന് മമ്മി പറഞ്ഞത്. ഗാഥ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. തീയിൽ നിന്ന പോലെ ഇത്ര നേരം ഞാൻ അവിടെ നിന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് കേറുമ്പോ ഇങ്ങനെയൊക്കെ കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യത്തിന് മമ്മി ഉത്തരം പറ. എപ്പോഴാ ഞാൻ കളരിക്കലേക്ക് പോവേണ്ടത്? എപ്പോഴാ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്? എപ്പോഴാ നവീന്റെ ഭാര്യയായി ഞാൻ ജീവിക്കാൻ തുടങ്ങേണ്ടത്? പറ പറ മമ്മി. എന്താ ഗാഥ മാഡം ഇത്? മാഡത്തിന്റെ നന്മ മാത്രമല്ലേ മമ്മി ചിന്തിക്കുന്നത്? അതെ, മമ്മി ചിന്തിക്കുന്നത് മുഴുവൻ എന്റെ നന്മ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മമ്മി എന്നെ കളരിക്കലേക്ക് പറഞ്ഞയക്കില്ല. അവിടുത്തെ ശാപം ഏറ്റുവാങ്ങാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ്. ഇത്തരം ആക്ഷേപങ്ങൾ കേട്ടു നിൽക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിനക്ക് വേണ്ടി മാത്രം എത്ര എടുത്ത് ഞാൻ തല കുനിച്ചു, എത്ര എടുത്ത് തരം താഴ്ന്ന പോലെ സംസാരിച്ചു. എന്നിട്ടും എന്നെ മനസ്സിലാക്കാനായിട്ട് നിനക്ക് പറ്റുന്നില്ല അല്ലേ? അപ്പോ കൃഷ്ണയെ കളരിക്കലേക്ക് പറഞ്ഞയച്ചത് എന്തിനാ? അത് ഞാൻ പറഞ്ഞതാ, ആ ശാപകഥയുടെ കാര്യം. വിവാഹം കഴിഞ്ഞ പെൺകുട്ടി കളരിക്കലേക്ക് കാലെടുത്ത് കുത്തുമ്പോ അത് സംഭവിക്കുമെന്നാണ്. അതിൽ നിന്ന് കൂടെ എനിക്ക് നിന്നെ മറച്ചു പിടിക്കണമായിരുന്നു. എന്ത് സംഭവിക്കുകയാണെങ്കിലും അവൾക്ക് സംഭവിക്കട്ടെ എന്ന് ഞാൻ കരുതി. എന്റെ മകളുടെ ജീവന് ഞാൻ വില കൽപ്പിക്കുന്ന ഒരു കുറ്റമായിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? ആ ചടങ്ങ് കൂടി ഒന്ന് കഴിയട്ടെ. എന്റെ മനസ്സിലെ പേടി ഒന്ന് പൂർണ്ണമായിട്ട് നീങ്ങിക്കോട്ടെ. അത് കഴിഞ്ഞ് എന്നേക്കുമായിട്ട് നവീൻ നിന്റേത് മാത്രമാ. എനിക്കിപ്പോ അത്രേ പറയാൻ പറ്റൂ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ. കഷ്ടമാണ് മാഡം. മമ്മിയോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു. ചെന്ന് മമ്മിയെ സമാധാനിപ്പിക്കേ. ഒരു മകൾക്ക് വേണ്ടി ഒരമ്മയും ഇത്രയും കഷ്ടപ്പെടില്ല, അതെനിക്ക് ഉറപ്പാ. നമസ്കാരം സ്വാമിജി. ആപത്തൊന്നുമില്ലാതെ വിവാഹം നടന്നു. നവീന്റെ വധു കളരിക്കലെത്തി. എല്ലാം അങ്ങ് മൂലമാണ്. ഞാൻ വഴി ചൂണ്ടിക്കാണിക്കുന്നവൻ മാത്രമാണ്. എല്ലാം നടത്തി തരേണ്ടത് സാക്ഷാൽ ജഗദീശ്വരനാണ്. വിവാഹ സമയത്ത് ദുർമൂർത്തികളുടെ ഉപാസനയുള്ള ഏതോ ഒരാൾ നാഗദേവതയെ പ്രകോപിപ്പിക്കാൻ ദുഷ്കർമ്മങ്ങൾ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ദൃശ്യമല്ലെങ്കിലും കതിരമണ്ഡപത്തിൽ അതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. പക്ഷേ നാഗദേവതയുടെ അനുഗ്രഹം കൊണ്ട് തൽക്കാലം അത് തരണം ചെയ്യാനായി. പക്ഷേ ഇതുകൊണ്ടൊന്നും ദുർഘടാവസ്ഥ അവസാനിച്ചിട്ടില്ല. നേരം പുലരും വരെ നാഗത്തറയിലെ പൂജ തുടരണം. വധുവിന് ദംശനമേൽക്കാനുള്ള സാധ്യത അവസാനിച്ചിട്ടില്ല. അങ്ങ് എന്താണ് ഈ പറയുന്നത്? മനസ്സൊന്ന് ശാന്തമായിട്ട് വരികയായിരുന്നു. യാഥാർത്ഥ്യങ്ങൾ എപ്പോഴും പൊള്ളുന്നതായിരിക്കും. ബ്രാഹ്മണ ശാപത്തിന്റെ അഗ്നി അത്ര എളുപ്പം കെട്ടുപോകുന്നതല്ല. എല്ലാം നാഗദേവതയിൽ അർപ്പിച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. നാഗദേവതേ, കളരിക്കൽ കുടുംബത്തിൽ കാലുകുത്തിയ മറ്റു പെൺകുട്ടികളുടെ ഗതി നവീന്റെ വധുവിനുണ്ടാവരുതേ. എന്നേക്കുമായി ഈ ശാപം ഇല്ലായ്മ ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ.
കഥ ഇതാരത്ത് മാറിന്ന് ഫോൺ ചെയ്യുന്നത്? മമ്മിക്കാണോ? മമ്മിയെ പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. പരിചയപ്പെട്ട സമയത്ത് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന, ബന്ധങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കാത്ത ഒരാളാണെന്ന് തന്നെക്കുറിച്ച് എനിക്ക് തോന്നിയത്. പക്ഷേ ആ അപകടത്തിന് ശേഷമുള്ളൊരു മാറ്റമുണ്ടല്ലോ, റിയലി വേറൊരാൾ വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തൻ്റെ മുഖത്തുള്ള ഈ നാണമുണ്ടല്ലോ, ടോട്ടലി തനിക്കുള്ളൊരു സിംപ്ലിസിറ്റി ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരിക്കലും ഗാഥയിൽ പ്രതീക്ഷിച്ചതല്ല. താൻ ശരിക്കും വേറെ ആരെങ്കിലും ആണോ? ഇപ്പൊ തന്നെ കണ്ട തനിയൊരു നാട്ടുമ്പുറത്തുകാരി കുട്ടിയെ പോലെ എനിക്ക് തോന്നുന്നു. അതിന്റെ എല്ലാ നന്മയും തന്നിലുണ്ട്. ഐ റിയലി ലവ് ദിസ് കഥ. എന്നോട് പൂജാമുറിയിലേക്ക് ചെല്ലാൻ അമ്മ പറഞ്ഞിരുന്നു. ഞാൻ ചെല്ലട്ടെ? പിന്നെ അമ്മയുടെ മുത്തശ്ശേരി സംസാരം കേട്ടിട്ട് എപ്പോഴും പൂജാമുറിയിൽ കയറി ഇരിക്കരുത് കേട്ടോ. നമുക്കൊന്നിച്ചിരിക്കാൻ വേറെ മുറിയുണ്ട്.